നമസ്കാരം. വട്ടമേശ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒരു ധനകാര്യ വിഷയമാണ്. ഇന്ത്യ 1991 പരിഷ്കാരങ്ങളുമായി പുറം ലോകത്തേക്ക് വാതായനങ്ങൾ തുറന്നത്. നരസിംഹറാവു പ്രധാനമന്ത്രി, ധനകാര്യമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് 1991 മുതൽ 2016 ഈ പരിഷ്കാരങ്ങൾക്ക് 1/4 നൂറ്റാണ്ട് തികയുകയാണ്. എന്താണ് ഈ 25 വർഷത്തിൻ്റെ ബാക്കി പത്രം? വട്ടമേശ ധനകാര്യത്തിലേക്ക് കടക്കുകയാണ്. പ്രമുഖരായ വിദഗ്ധർ തന്നെയാണ് ഈ കാര്യത്തിൽ സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്. CDSലെ പ്രൊഫസർ ഡോക്ടർ KN ഹരിലാൽ, CMP നേതാവ്, ഐക്യജനാധിപത്യ മുന്നണി രാഷ്ട്രീയ പ്രവർത്തകൻ, രാഷ്ട്രീയ നേതാവ് CP ജോൺ, ഡോക്ടർ KJ ജോസഫ്, CDSൽ നിന്ന് മറ്റൊരു പ്രൊഫസർ, 2 സാമ്പത്തിക വിദഗ്ധരും ഒരു രാഷ്ട്രീയ നേതാവും. നമുക്ക് ചർച്ച ആരംഭിക്കുന്നു. ആദ്യം KN ഹരിലാൽ, ഈ 91 പരിഷ്കാരങ്ങൾക്ക് വലിയ ഒരു ചരിത്രവും പശ്ചാത്തലവും ഒരു മാറ്റത്തിൻ്റെ തുടക്കവും ഒക്കെ കൂടി നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഞാൻ ഇക്കണോമിക് ടൈംസ് കഴിഞ്ഞ ദിവസം ഒരു പത്രം മുഴുക്കി അതേക്കുറിച്ച് അതങ്ങ് സെലിബ്രേറ്റ് ചെയ്തിരിക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാ പത്രങ്ങളിലും അത് പലതരം ആർട്ടിക്കിൾ ലേഖനങ്ങളൊക്കെ വന്നു. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, അതിന് അരുൺ ജെയ്റ്റ്ലിയുടെ ഒരു ലേഖനമാണ് അതിനകത്ത് പ്രധാനപ്പെട്ട കവർ മേജർ സ്റ്റോറിയായിട്ട് വന്നിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത് ദി ബിഗസ്റ്റ് ചേഞ്ച് ഈസ് റൈസിംഗ് ഹോപ്പ് ബട്ട് മൈൽസ് ടു ഗോ. വലിയ മാറ്റം, പക്ഷേ മൈലുകൾ ദൂരമേറെ താണ്ടാനുണ്ട്. അതിൻ്റെ തലക്കെട്ട് എ റെവല്യൂഷൻ ഹാഫ് ഫിനിഷ്ഡ് എന്നാണ്. പ്രശസ്ത സാമ്പത്തിക വിദഗ്ധനായ സ്വാമിനാഥൻ അയ്യർ പറയുന്നത്, ഇന്ത്യ ഒരു ഫോറിൻ എയ്ഡിന് വേണ്ടിയുള്ള ഒരു കാത്തു നിൽക്കുന്ന ഒരു പിച്ചക്കാരൻ്റെ നിലയിൽ നിന്ന് ഒരു ആഗോള ശക്തിയായിട്ട് മാറിയിരിക്കുന്നു. 25 വർഷത്തെ ഒരു ബാക്കി പത്രം ഇങ്ങനെയാണ് ഇക്കണോമിക് ടൈംസിലൂടെ പുറത്തു വന്നത്. ഹരിലാലിൻ്റെ കാഴ്ചപ്പാട് എന്താ? തീർച്ചയായിട്ടും ഇന്ത്യയുടെ സാമ്പത്തിക ചരിത്രത്തിൽ, സ്വതന്ത്ര ഇന്ത്യയുടെ സാമ്പത്തിക നയങ്ങളുടെ ചരിത്രത്തിൽ ഒരു വാട്ടർ ഷെഡാണ്. അതുവരെ പിന്തുടർന്നു വന്ന പോളിസിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു ലൈനിലേക്ക് ഇന്ത്യ മാറി. നമ്മൾ ഉദാരവൽക്കരണ കാലഘട്ടത്തിലേക്ക് കടന്നു വന്നു. ആ സമയത്ത് ഉദാരവൽക്കരണത്തിലേക്ക് പോകുമ്പോൾ അതിനെ ന്യായീകരിച്ചു കൊണ്ടുവന്ന വലിയൊരു പ്രൊപ്പഗാൻഡ ഉണ്ട്. ആ പ്രൊപ്പഗാൻഡ ഇപ്പോഴും തുടരുന്നു. ആ പ്രൊപ്പഗാൻഡയുടെ ഏറ്റവും ഉയർന്ന പിച്ചിലുള്ള ഒരു സംഭവമാണ് നമ്മൾ ഈ എക്കണോമിക് ടൈംസിൽ കാണുന്നത്. ഇപ്പോൾ എക്കണോമിക് ടൈംസ് പോലെയുള്ളൊരു പത്രം ഇതിനെ ഇങ്ങനെ ആഘോഷിച്ചില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം തുടർച്ചയായിട്ട് ഏത് തരത്തിലുള്ള ഉദാരവൽക്കരണ നടപടികൾ ഉണ്ടായാലും അതിനെ ഈ രീതിയിലാണ് ബിസിനസ് പത്രങ്ങൾ പൊതുവെ, എക്കണോമിക് ടൈംസൊക്കെ അതിനെ സ്വീകരിക്കാറുള്ളത്. പക്ഷേ ഇവിടെ ഇപ്പോൾ ഈ പത്രം ചെയ്യുന്നത് പോലെ മറ്റ് വാർത്താമാധ്യമങ്ങളിലും അതുപോലെ തന്നെ റിസർച്ച് ജേർണൽസും ഒക്കെ തന്നെ ഇതൊരു പ്രധാനപ്പെട്ട ചർച്ചയായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ആഘോഷിക്കുകയല്ല ചെയ്യുന്നത്, മറിച്ച് ഈ 91 ശേഷം വന്നിട്ടുള്ള പോളിസി ചേഞ്ചസ് ഇന്ത്യയിൽ എന്തെല്ലാം മാറ്റങ്ങളുണ്ടാക്കി, അതിൻ്റെ പ്രോമിസസ് എൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിയിട്ടുണ്ടോ, പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ പല വാർത്താമാധ്യമങ്ങളും ഗവേഷണ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ഗവേഷണ ജേർണൽസും ഒക്കെ ഏറ്റെടുക്കുന്നുണ്ട്. വളരെ നല്ലൊരു ചർച്ചയാണ്. കൂടുതൽ ചർച്ച ഈ കാര്യത്തിൽ വേണം. കാരണം നമ്മൾ ഒരു വലിയ പോളിസി മാറ്റം വരുത്തിയതാണ്. നമ്മൾ എവിടെ നിൽക്കുന്നു, ആരെയൊക്കെ അതെങ്ങനെ ബാധിക്കുന്നു, ഏതെല്ലാം പ്രദേശങ്ങളെ എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളത് തിരിഞ്ഞു നിന്ന് ആലോചിക്കേണ്ട ഒരു ഘട്ടമാണ്. അവിടെ വരുമ്പോൾ ഇത്ര വലിയ ആഘോഷത്തിന് വലിയ പ്രസക്തി ഉണ്ടോ എന്നുള്ള ഒരു പ്രശ്നം വരുന്നു. കാരണം ഈ ലിബറലൈസേഷൻ വരുമ്പോൾ നമ്മൾ വലിയ രീതിയിൽ പ്രതീക്ഷിച്ചിരുന്നത് നമ്മൾ മത്സരത്തിന് വലിയ സ്ഥാനം കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ വ്യാപാരത്തിന് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിനോടുള്ള എക്സ്പോഷർ നമ്മൾ കൂട്ടുകയാണ്. ഇവിടെയുള്ള എല്ലാ നിയന്ത്രണങ്ങളും മാറ്റിയിട്ട് മാർക്കറ്റിനും മത്സരത്തിനും വലിയ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ കാർഷിക രംഗത്ത് അതുപോലെ തന്നെ വ്യാവസായിക രംഗത്ത് വലിയ പുരോഗതി ഉണ്ടാവും, വലിയ വളർച്ച നമുക്ക് കൈവരിക്കാൻ വേണ്ടി കഴിയും. അത് കൂടുതൽ തൊഴിലവസരങ്ങളിലേക്കും അതുപോലെ തന്നെ നമുക്ക് കൂടുതൽ ഫോറിൻ എക്സ്ചേഞ്ച് നേടാനുമൊക്കെ സഹായിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഈ ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ മറ്റ് പല അനാലിസിസും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ബാലൻസ് ഷീറ്റ് നോക്കുമ്പോൾ നമ്മുടെ കൃഷിയുടെ രംഗത്തുള്ള അവസ്ഥ നമുക്കറിയാം.
അത് കൂടുതൽ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. ഈ കാർഷിക ആത്മഹത്യകൾ അതായത് ഒരു പുരോഗമന ഇന്ത്യക്ക്, സ്വതന്ത്ര ഇന്ത്യക്ക് ഒരിക്കലും അഭിമാനം കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ഏത് മഹായുദ്ധകാലത്തെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള കാഷ്വാലിറ്റിയാണ് ഈ കാർഷിക രംഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ലക്ഷക്കണക്കിന് സഹോദരങ്ങൾ മരിച്ചു വീണ ആ ഭൂമിയിൽ നിന്നുകൊണ്ട് നമുക്ക് ഈ നിരങ്കുശമായിട്ട് അൺക്രിട്ടിക്കലായിട്ട് ഈ റിഫോംസിനെ നമുക്ക് വെൽക്കം ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഇൻഡസ്ട്രീനെ കുറിച്ചിട്ട് നമ്മൾ ഒരു കാലത്ത് വളരെ ഈ ഉദാരവൽക്കരണം, അതുപോലെ തന്നെ അന്തർദേശീയ മത്സരം, കമ്പോളത്തിൻ്റെ വരവ്, അതെല്ലാം വലിയ മാറ്റം ഇന്ത്യയിലെ ഇൻഡസ്ട്രിയിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഉള്ള അവസ്ഥ ഡീ ഇൻഡസ്ട്രിയലൈസേഷനെ കുറിച്ച് സംസാരിക്കേണ്ട അവസ്ഥയാണ്. നമ്മുടെ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയുടെ സെക്കൻഡറി സെക്ടറിൻ്റെ കോൺട്രിബ്യൂഷൻ 20% താഴെയാണ്. അതായത് ലിബറലൈസേഷൻ തുടങ്ങുന്ന അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ പ്ലെയർ ആവും, നമ്മുടെ സ്ഥാനം മുമ്പോട്ട് പോകുമെന്നുള്ളത് ഒരു രീതിയിലും കാര്യമായിട്ട് മുമ്പോട്ട് വരില്ല. നമ്മുടെ എക്സ്പോർട്സ്, പ്രത്യേകിച്ചും മെർച്ചൻഡൈസ് എക്സ്പോർട്സ് കാര്യമായിട്ട് പുരോഗമിച്ചില്ല. ഇന്ത്യയുടെ സ്ഥാനം താരതമ്യേന പഴയ നിലയിലോ അല്ലെങ്കിൽ പുറകിലോട്ടോ പോകുന്ന അവസ്ഥയാണ് മെർച്ചൻഡൈസ് എക്സ്പോർട്സിലുള്ളത്. അതുപോലെ തന്നെ ഞാൻ കൂടുതൽ സമയം എടുക്കുന്നില്ല. ഇപ്പം നമ്മളോടൊപ്പം ഇത്തരം പ്രോസസ്സുകളിലേക്ക് പോയ ചൈനയുടെ ഇൻഫ്രാസ്ട്രക്ചർ രംഗത്തുള്ള വലിയ മാറ്റം, അവരുടെ പുരോഗതി, അവർ ഇൻഡസ്ട്രിയിലും അതുപോലെ തന്നെ ഇപ്പോൾ FDI അട്രാക്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിൽ പോലും, ഉദാരവൽക്കരണ കാര്യവാദികളൊക്കെ എടുത്ത് പറയുന്ന കാര്യം, അതിൽ പോലും നമ്മൾ പ്രതീക്ഷിച്ചതിൻ്റെ അടുത്തുപോലും എത്താത്ത നേട്ടമാണ്. പിന്നെ എവിടെയാണ് വളർച്ച ഉണ്ടായിട്ടില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാലുണ്ട്. ഞാൻ പറഞ്ഞു നിർത്തട്ടെ. ഇതെല്ലാം സർവീസ് സെക്ടർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള, സർവീസ് സെക്ടർ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു സംഭവമായി മാറിയിരിക്കുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, അതായത് ഈ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള മൂലധനത്തിൻ്റെ വരവാണ്. ആ സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള മൂലധനത്തിൻ്റെ വലിയ രീതിയിലുള്ള കടന്നുവരവ് യഥാർത്ഥത്തിൽ നമ്മുടെ കൃഷിയെയും വ്യവസായത്തെയും പ്രതികൂലമായി ബാധിച്ചു കൊണ്ടുമിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കൃഷി രംഗത്ത് ആത്മഹത്യകൾ, അതുപോലെ തന്നെ വ്യവസായ രംഗത്ത് തൊഴിലില്ലാത്ത വളർച്ച, അങ്ങനെ വളർന്നിട്ട് പോലും 16-17% വ്യവസായം നിൽക്കുന്നു. അപ്പോൾ അതുകൊണ്ട് there is something fundamentally wrong about this policies. CP ജോൺ, ഹരിലാൽ പറഞ്ഞു വയ്ക്കുന്നത് there is something fundamentally wrong. രണ്ടാമത്തെ കാര്യം, എവിടെയാണ് വളർച്ച എന്നുള്ള ചോദ്യം. ഞാൻ ഹരിലാൽ പറഞ്ഞ കാര്യങ്ങളോട് പൊതുവിൽ യോജിക്കുകയാണ്. കാരണം നമുക്കിപ്പോൾ ഇതിനെ ഒരു സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു വിഷയമാണോ, അതോ ഇതിനെ കൂടുതൽ ചിന്തകൾക്ക് വിധേയമാക്കേണ്ട വിഷയമാണോ എന്ന് ചോദിച്ചാൽ, കൂടുതൽ ചിന്തകൾക്ക് വിഷയമാക്കേണ്ട ഒരു വിഷയമാണ് ഈ 91-ന് ശേഷമുള്ള റിഫോം എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ ഞാൻ അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ സൈഡിലേക്ക് പോവുകയാണ്. 2-3 കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. എന്തായിരുന്നു അതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്നുള്ളതാണ്. എന്തിനാണ് അത് ചെയ്തത്? അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ ഉണ്ടായിട്ടുള്ള പ്രൊഡക്ഷൻ കൂടിയിട്ടുണ്ട്, GDP കൂടിയിട്ടുണ്ട്. പക്ഷേ GDP കൂടിയിട്ടുണ്ടെങ്കിൽ പോലും ഈ ഉയർന്ന GDPയുടെ എത്ര ഭാഗം നമുക്ക് കിട്ടി, എത്ര ഭാഗം പുറത്തു പോയി എന്നുള്ളത് വേറൊരു സബ്ജക്റ്റാണ്. നമ്മുടെ നെറ്റ് ബെനിഫിറ്റ് എന്താണെന്നുള്ളത് വേണ്ടത്ര ഇപ്പോഴും ഡിസ്കസ് ചെയ്യാത്തൊരു വിഷയമാണ്. എക്കണോമിസ്റ്റുകൾക്ക് അത് കൂടുതൽ അറിയായിരിക്കും. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ആ രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ, സോവിയറ്റ് യൂണിയൻ്റെ പതനമാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം. ഇപ്പം ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം എന്നുള്ള ഗോർബച്ചേവ് എഴുതിയിട്ടുള്ള ദ ന്യൂ റഷ്യ എന്നുള്ള പുസ്തകമാണ്. ഇത്തിരി വലിയ പുസ്തകമാണ്, ഒരു 800 പേജോളം വരും. 25 വർഷം എന്താണ് റഷ്യ നേടിയത്, അല്ലെങ്കിൽ പഴയ സോവിയറ്റ് യൂണിയൻ നേടിയത്. അപ്പോൾ ഗോർബച്ചേവ് പോലും പറയുന്നത് ഞാൻ പ്രതീക്ഷിച്ച് നേടിയില്ല എന്നുള്ളത് തന്നെയാണ്. പെരിസ്ട്രോയിക്ക അല്ല മുന്നോട്ട് പോയത്, ന്യൂ തിങ്കിങ് അല്ല മുന്നോട്ട് പോയത്, ഗ്ലാസ്നെസ്റ്റ് അല്ല മുന്നോട്ട് പോയത്, മറിച്ച് ഓളിഗാർക്കികളുടെ കയ്യിലേക്ക് റഷ്യ പോവുകയും എന്താണോ ഉദ്ദേശിച്ചത് അതിനെതിരായി സംഭവിക്കുകയും ചെയ്തു. ഇപ്പോൾ ഗോർബച്ചേവ് വളരെ ആക്റ്റീവാണ്, അദ്ദേഹത്തിൻ്റെ മകളും വളരെ ആക്റ്റീവാണ്, ഗോർബച്ചേവ് ഫൗണ്ടേഷൻ. അപ്പോൾ റഷ്യയ്ക്കും ആ കഥകൾ തന്നെയാണ് പറയാനുള്ളത്. പക്ഷേ ഇന്ത്യയുടെ കഥയിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കൊരു വലിയമ്മാവനെ പോലെയായിരുന്നു സോവിയറ്റ് യൂണിയൻ. അപ്പോൾ ആ സോവിയറ്റ് യൂണിയൻ ബ്രേക്കപ്പ് ചെയ്തു. വാസ്തവത്തിൽ ഗോർബച്ചേവ് തന്നെ പറയുന്നുണ്ട്, ഞാനല്ല അത് ബ്രേക്കപ്പ് ചെയ്തത്, ഞാൻ പെരിസ്ട്രോയിക്ക കൊണ്ടുവന്നതിന് ശേഷം നടന്ന കൂവിന് ശേഷമാണ് അത് ബ്രേക്കപ്പിലേക്ക് പോയതെന്ന് അദ്ദേഹം സ്വയം ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മുടെ കാര്യം നോക്കുന്ന സമയത്ത് റൂബിൾ റുപ്പി എക്സ്ചേഞ്ച് ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ഇന്ത്യ. പെട്ടെന്ന് നമുക്ക് നമ്മളെ സഹായിച്ചിരുന്ന ഒരു വലിയമ്മാവൻ ഇല്ലാതായിട്ടുള്ളൊരവസ്ഥയാണ്. അതിനിടയ്ക്കുണ്ടായിട്ടുള്ള രാഷ്ട്രീയ അസ്ഥിരത നമുക്കറിയാം. 2 ഗവൺമെൻറ്റുകൾ, ഒന്ന് ചന്ദ്രശേഖരൻ്റെ ഗവൺമെൻറ്റും
ഒന്ന് VP സിംഗിൻ്റെ ഗവൺമെൻറ്. ആ രണ്ട് ഗവൺമെൻറ്റുകളുടെയും ഇടയിൽ ഞെരിഞ്ഞമർന്ന് നമ്മുടെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റിൻ്റെ ആ സമയത്തുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ മുഴുവൻ സാമ്പത്തിക എന്താ പറയുക മാക്രോ ഇൻഡിക്കേറ്റേഴ്സ് മുഴുവൻ തകരാറായി കിടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പോഴാണ് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം നരസിംഹറാവു അധികാരത്തിൽ വരുന്നത്. ഞാൻ ഓർക്കുകയാണ്, അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന K. കരുണാകരൻ ലീഡർ, അദ്ദേഹം അതിലൊരു വലിയ പങ്ക് വഹിച്ചു പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഇന്ത്യയിൽ. അപ്പോൾ അദ്ദേഹം വളരെ ബോൾഡായിട്ട് പറഞ്ഞു, മൻമോഹൻ വന്നതിന് ശേഷം, അദ്ദേഹം ഉപയോഗിച്ച വാക്കാണ്, മൻമോഹൻ വന്നതിന് ശേഷം ഇന്ത്യ മാറാൻ പോവുകയാണ്, ഇന്ത്യയിലേക്ക് ആളുകൾ വരാൻ പോവുകയാണ്. എനിക്ക് അന്നത് ഞാൻ വേണ്ടത്ര ഗൗരവത്തിൽ എടുത്തില്ല, അത് അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണെന്ന് വിചാരിച്ചത്. പക്ഷേ നരസിംഹറാവു മൻമോഹൻ കോമ്പിനേഷൻ വന്നതിന് ശേഷം അവർ വാസ്തവത്തിൽ ആദ്യം ചെയ്തൊരു ഫയർ ഫൈറ്റിംഗ് ആണ്. ആ ഫയർ ഫൈറ്റിങ്ങിന് വേണ്ടി അവർ കുറേ കാര്യങ്ങൾ ഗവൺമെൻറ്റിനകത്ത് ചെയ്തു, മോണിറ്ററി പോളിസിയിൽ ചെയ്തു, റുപ്പിയുടെ ഡിവാല്യൂഷന് തയ്യാറായി. അന്ന് എത്ര 13-14 രൂപയല്ലേ അല്ലേ? 13-14 രൂപ. ആ 13-14 രൂപയിൽ നിന്ന് ഇന്നിപ്പോൾ പിന്നെ 40-45 അടുത്തേക്ക് വന്നു. പിന്നെ അങ്ങോട്ട് പല ഘട്ടങ്ങളിലേക്ക് മാറി 60 രൂപയുടെ അടുത്തേക്ക് വന്നു നിൽക്കുകയാണ്. അപ്പോൾ ആ ഡിവാല്യൂഷൻ പോളിസി നടപ്പാക്കി, അതുപോലെ തന്നെ റിഫോംസ് കൊണ്ടുവന്നു. ഇതുകൊണ്ട് എന്തൊക്കെ നേട്ടം ഉണ്ടായെന്ന് ചോദിച്ചാൽ, ഒന്ന് GDP ഇൻക്രീസ് ചെയ്യുന്നതിന് തീർച്ചയായിട്ടും സഹായകരമായി. നമ്മുടെ എക്സ്പോർട്ടുകൾ കുറേ കൂടി, എല്ലാവരും പറഞ്ഞത് ശരിയാണ്, നെസസറി ബട്ട് നോട്ട് സഫീഷ്യൻ്റ് എന്ന് പറയുന്ന പോലെ വേണ്ടത്രയായി എന്നൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും എക്സ്പോർട്ടബിളായി, നമ്മുടെ എക്സ്പോർട്ടുകൾ വന്നു, നമ്മുടെ ഇൻറ്റേർണൽ പ്രൊഡക്ഷൻ കൂടി, GDP ഗ്രോത്ത് റേറ്റ് ഒരു 7% മുകളിൽ കുറേ വർഷം സ്റ്റഡി ആയിട്ട് നിന്നു. സർവീസിൻ്റെ സഹായം കൊണ്ടായിരിക്കാം. അത്തരത്തിലുള്ള കുറേ നേട്ടങ്ങളുണ്ടായി. സ്റ്റെബിലൈസ് ചെയ്തു, പൊളിറ്റിക്കലായിട്ട് സ്റ്റെബിലൈസ് ചെയ്തു. സോവിയറ്റ് യൂണിയൻ്റെ കൂടെ കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ എങ്ങനെയാണോ ശിഥിലമായത്, അതുപോലെ ശിഥിലമാകാനുള്ള ഒരു സാധ്യത ഇന്ത്യക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആ രാഷ്ട്രീയ സാമ്പത്തിക ശൈഥില്യത്തെ പിടിച്ചു നിർത്താൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞു എന്നുള്ളത് ആണ് എനിക്ക് ഒന്നാമത്തെ പോയിൻ്റായിട്ട് ചൂണ്ടിക്കാണിക്കാനുള്ളത്. പക്ഷേ എല്ലാവരും പറഞ്ഞത് ശരിയാണ്. ഇപ്പോൾ തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ, തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് അവരുടെ ജോലി സ്ഥിരത എന്ന് പറയുന്നതാണ് അവരുടെ ഏറ്റവും വലിയ സമ്പത്ത്. ആ ജോലി സ്ഥിരത ഇല്ലാതായി. കോൺട്രാക്ച്വലൈസേഷൻ, കാഷ്വലൈസേഷൻ എന്ന് പറയുന്ന എംപ്ലോയിയുടെ ഭാഗത്തുനിന്ന്, വർക്കറുടെ ഭാഗത്തുനിന്ന് നോക്കുകയാണെങ്കിൽ ലേബർ റിഫോം എന്ന് പറയുന്നത് എങ്ങനെ ലേബറിനെ ചീപ്പാക്കാം, എങ്ങനെ ലേബറിനെ ശിഥിലമാക്കാം എന്നതാണ് ലേബർ റിഫോം. ഇപ്പോഴും ഈ ഗവൺമെൻറ്റും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ലേബറിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ഒരു സ്വന്തമായ ഒരു ജോലി ഉണ്ടായിരുന്ന ലേബറിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ആശാസ്യമായ നടപടികളല്ല അന്നും ഇന്നും നടക്കുന്നത്. പക്ഷേ ലേബർ ഓപ്പർച്യൂണിറ്റിയുടെ ഭാഗത്ത് നോക്കുകയാണെങ്കിലോ ലേബർ ഓപ്പർച്യൂണിറ്റികളുണ്ടായി. ഇപ്പോൾ നമ്മുടെ IT സെക്ടർ തന്നെ എടുത്താൽ, IT ഇക്കണോമിക്സ് എന്നുകൊണ്ടൊരു സബ്ജക്റ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ IT ഇതും ഒരുമിച്ചാണ് വളർന്നത് നമുക്ക് പറയാം. അപ്പോൾ 91 മുമ്പ് IT ഉണ്ടായിരുന്നില്ല. ഇതുകൊണ്ട് അത് വന്നോ അതുകൊണ്ട് ഇത് വന്നോ എന്ന് ചോദിച്ചാൽ രണ്ട് ഏകകാലത്ത് നടന്നതാണ്. നമുക്ക് ടെക്നോ പാർക്ക് തുടങ്ങുന്ന കാലവും റിഫോമിൻ്റെ കാലവും ഒന്ന് തന്നെയാണ്. വാസ്തവത്തിൽ റുപ്പി ഡിവാലുവേഷൻ ഇല്ലായിരുന്നെങ്കിൽ IT സെക്ടർ ഉണ്ടാവില്ല. പിന്നെ വാജ്പേയി ഒരിക്കൽ പറഞ്ഞു, ഞങ്ങളാരും ശ്രദ്ധിക്കാത്തതുകൊണ്ട് അത് വളർന്നത്. അപ്പോൾ IT സെക്ടറിനെ പോലെ ഇന്ന് ഇന്ത്യയിലെ ഇക്കോണമിയുടെയും എംപ്ലോയ്മെൻറ്റിൻ്റെയും ചെറുപ്പക്കാരുടെ ആസ്പിറേഷൻസിനെയും ഒക്കെ ഒരു മേഖലയായിട്ടുള്ള IT സെക്ടർ വയബിളായത് ഈ റിഫോമിൻ്റെ ഭാഗമായിട്ടാണ്. ആരും അധികം ചൂണ്ടിക്കാണിക്കാത്തൊരു വിഷയമായിരിക്കാം, എൻ്റെ ഒരു ഒബ്സർവേഷനാണ്. എന്നാൽ കൃഷിയിൽ സംഭവിച്ച എല്ലാവരും പറഞ്ഞ് ശരിയാണ്. കൃഷിക്കാരുടെ വായ്പ എടുത്ത് അടയ്ക്കാൻ പറ്റാത്ത ഗംഭീരമായിട്ടുള്ള ഒരവസ്ഥയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് പ്രൈസസ് ഇല്ലാതെ, ഇപ്പോൾ എല്ലാ കാര്യത്തിലും എക്സ്പേർട്ടാണ്. അതിന് ഭാഗം നമ്മുടെ കേരളത്തിലുണ്ടായതിനേക്കാളും വലിയ അപകടമുണ്ടായി. നമ്മൾ പിന്നെയും നാണ്യവിളകളുടെ സാന്നിധ്യം കൊണ്ട് കുറേ പിടിച്ചു വന്നു. പെട്രോൾ വിലയും റബ്ബറും ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ട് റബ്ബർ കൊണ്ട് നമ്മൾ പിടിച്ചു വന്നു. റബ്ബർ താഴെ പോവും, കയറി വരും, പിന്നെ പോവും, അങ്ങനെ. അതേസമയം നമ്മുടെ യഥാർത്ഥ കൃഷിക്കാരെന്ന് പറയുന്ന ആളുകൾ അവർ ഡോൾഡ്രം, അവരാകെ എന്താ ചെയ്യേണ്ടതെന്ന് പകച്ചുപോയി. പക്ഷേ മറുഭാഗത്ത് നോക്കൂ, എത്രയാണ് ഇപ്പോഴത്തെ കൃഷിയുടെ പ്രൊഡക്ഷൻ? 260 മില്യൺ ടണ്ണാണ് ധാന്യങ്ങളുടെ ഉൽപ്പാദനം. അത് 25 വർഷം മുമ്പ് എത്രയായിരുന്നു? എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 109 മില്യൺ ടൺ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ കൃഷി പക്ഷേ ധാന്യോൽപാദനം കൂടി ചെറുതായിട്ട്. കാരണം ഈ നമ്മൾ 25 ഇയേഴ്സ് എന്ന് പറയുന്നത് ഒരു ക്വാർട്ടർ സെഞ്ചുറിയാണ്, വലിയൊരു പീരീഡാണ്. സാധാരണ രീതിയിൽ ഏത് റഷീമാവുമ്പോഴും ഉണ്ടാവുന്ന ഒരു ഇൻക്രിമെൻ്റ് എല്ലാ വേരിയബിൾസിലും ഉണ്ടാവണം, പ്രൊഡക്ഷനിലും അതുപോലുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിനൊന്ന് ഒരു നമുക്ക് സിസ്റ്റത്തിന് ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെറിയ പക്ഷേ അതിനെ സിസ്റ്റത്തിനെ ആട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള വാദത്തിന് ഞാനൊരു മാർജിൻ ഇടുകയാണ്. പക്ഷേ എങ്കിലും അത്തരത്തിലുള്ള ഇമ്പ്രൂവ്മെൻറ്റുകൾ ഉണ്ടായി.
ഇപ്പോൾ നമുക്ക് ദരിദ്രരുടെ എണ്ണം നമ്മൾ പരിശോധിക്കുകയാക്കുകയാണെങ്കിൽ ഇപ്പോൾ 25 വർഷം മുമ്പ് ഒരു വളരെ ലേമാൻസ് പോയിന്റ് ഓഫ് വ്യൂ ഇതിനേക്കാളും സുഖമായിട്ടാണ് ആൾക്കാർ ജീവിച്ചിരുന്നു പറഞ്ഞാൽ ആരും അംഗീകരിക്കില്ല. അപ്പോൾ നമ്മൾ ടെലികമ്മ്യൂണിക്കേഷൻ ഉണ്ടായിട്ടുള്ള മാറ്റം, ഇപ്പോൾ മൊബൈൽ എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഉപയോഗം, ഏവിയേഷനെ അതല്ല ഈ ലോകത്ത് മുഴുവൻ സാങ്കേതിക വിദ്യയുടെ വലിയ വിപ്ലവം നടന്നത് മുഴുവൻ ഒരു ഈ വിപ്ലവം എല്ലാ തരത്തിലുള്ള രാജ്യങ്ങളിലും നടക്കുന്ന കാര്യം. നമ്മൾ ടെലിവിഷൻ വന്നിട്ട് നമുക്ക് 82-ലാണ് ടെലിവിഷൻ വന്നത്, 52-ലാണ് വന്നു. 52-ൽ അമേരിക്കയിൽ കണ്ട ടെലിവിഷൻ 30 കൊല്ലം കഴിഞ്ഞ വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് ഓപ്പണിംഗ് അപ്പ് ഉണ്ടായി. നമ്മുടെ സാധനങ്ങൾ കിട്ടാനുള്ള ലഭ്യതയുടെ കാര്യത്തിലും ഇടത്തരക്കാരുടെ സാധനം, പാവങ്ങളുടെ കാര്യം ഞാൻ മാറ്റി വയ്ക്കാം, പാവങ്ങൾക്ക് പോലും ടെലിഫോണും അതുപോലെ തന്നെ ചെറിയ മോട്ടോർ സൈക്കിളും ഓട്ടോമൊബൈലും ഒക്കെ കിട്ടുന്ന ലഭ്യതയുടെ കാര്യത്തിൽ മാറ്റം ഉണ്ടായി. പക്ഷെ അവരുടെ ജീവിതത്തിൽ വലിയ ടെൻഷനാണ്, ഉള്ളവരും ഇല്ലാത്തവരും നമ്മൾ അന്തരം വളരെ കൂടി. അപ്പോൾ ആ തരത്തിൽ ഇതിനെ നമ്മൾ ഒരൊറ്റ ലെയറായിട്ട് കാണാൻ പറ്റും. വളരെ സങ്കീർണമായ ഒരു പ്രശ്നത്തെ ആണ് നമ്മൾ ഇങ്ങനെ കരുതലാമലകം പോലെ പറയുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുണ്ട്. അതിന് പക്ഷം ചേർന്ന് പറയുന്ന ബുദ്ധിമുട്ടുണ്ട്. വളരെ ഇറ്റ്സ് എ മിക്സ്ഡ് ബാഗ്. ബട്ട് ലെറ്റ് മീ ബി ക്ലിയർ ദാറ്റ് ഒന്ന്, ഇന്ത്യയിലെ നയമാറ്റം, സാമ്പത്തിക നയമാറ്റം എന്നുള്ളത് 1991 ജൂലൈ 21 നടന്ന സംഭവമല്ല. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച രാജ്യങ്ങളെല്ലാം തന്നെ അന്ന് എല്ലാം ഉയർത്തിപ്പിടിച്ചിരുന്ന ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ പോളിസിയാണ് ഫോളോ ചെയ്തിരുന്നത്. അതിനുശേഷം 1970-കളോടുകൂടി ലോകത്തെമ്പാടും ഒരു മാറ്റം തുടങ്ങി. ആ മാറ്റം 80-70 കാലഘട്ടങ്ങളിൽ തുടർന്നുകൊണ്ടേയിരുന്നു. 1980-ൽ ഏതാണ്ട് 80 രാജ്യങ്ങളോളം ഇങ്ങനെ നയമാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. ഇന്ത്യയും അതുപോലെ തന്നെ 1965-ന് ശേഷം ഇൻഡസ്ട്രിയൽ സ്റ്റാഗ്നേഷൻ, അതായത് വ്യവസായ രംഗത്തുള്ള മന്ദീഭാവത്തിൻ്റെ കാരണങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് 1974 ഇന്ദിരാഗാന്ധി അവിടെ പല കമ്മിറ്റികൾ അപ്പോയിൻറ്റ് ചെയ്തു. ഈ കമ്മിറ്റികളെല്ലാം തന്നെ പറഞ്ഞു നമ്മൾ ഇതുവരെ അനുവർത്തിച്ചിരുന്ന നിയമങ്ങൾ മാറ്റേണ്ട അത്യാവശ്യമാണ്. അങ്ങനെ വളരെ ഗ്രാജുവലായിട്ട് ഇന്ത്യയിലെ നയങ്ങളിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നയം മാറ്റത്തിൻ്റെ ഒരു വലിയ ചേഞ്ച് 91-ൽ വന്നു എന്ന് പറയാൻ കഴിയും. ഇപ്പം നമ്മൾ അതിനെ രണ്ട് രീതിയിൽ നമ്മൾ അസസ് ചെയ്യണം. ഒന്ന്, അന്ന് ഏത് സാഹചര്യത്തിലാണ് ഇങ്ങനെ ആ ബജറ്റിനോടനുബന്ധിച്ച് പുതിയ നയമാറ്റം ഉണ്ടായത്, അന്ന് ഉണ്ടായ ആ പ്രതിസന്ധിയെ ഓവർകം ചെയ്യാനത് സഹായകമായിരുന്നോ, അതിനുശേഷം അങ്ങനെയുള്ള പ്രതിസന്ധികൾ ഉണ്ടായോ? പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ, അന്നത്തെ പ്രതിസന്ധി എന്താണ്? നമ്മുടെ ഗൾഫ് വാറിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് പോയിക്കൊണ്ടിരിക്കുന്നു. നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് ഏതാണ്ട് 20-30 മില്യൺ ഓരോ മാസം പിൻവലിച്ചുകൊണ്ടിരുന്ന 300 മില്യണിലേക്ക് മാറ്റുന്നു. ഈ ആദ്യം 20 ടൺ സ്വർണം കൊണ്ടുപോയി നമ്മൾ വെക്കുന്നു. അതിനുശേഷം 200 കിലോ ടൺ സ്വർണം കൊണ്ടുപോകുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു ഡിഫോൾട്ട് വലിയൊരു ക്രൈസിസ് ആയിരുന്നു. നമ്മൾ ഡോക്ടർ ഹെലേൽ പറഞ്ഞ പോലെ ഇന്ത്യ അന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയൊരു ക്രൈസിസിലാണ് ചില പോളിസീസ് ഉണ്ടായത്. അപ്പം വീണ്ടും ആ ക്രൈസിസ് ഉണ്ടാകരുത് എന്നുള്ള കണ്ടുകൊണ്ട് വളർച്ചയെ സ്ട്രക്ചറൽ ചേഞ്ചുകൾ ഉണ്ടാകണം എന്ന് കരുതിക്കൊണ്ട് അനുപാൽപകമായ ചില മറ്റു മാറ്റങ്ങളുണ്ടായി. സോ നൗ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ടു മൈ ആൻസർ ഈസ്, അതിനുശേഷം അന്ന് വെറും 2 ആഴ്ചയ്ക്ക് പോലും ഇമ്പോർട്ട് കവർ ചെയ്യാനുള്ള ഫോറിൻ എക്സ്ചേഞ്ച് ഇല്ലാതിരുന്ന ഇന്ത്യ ഇന്ന് 354-360 ബില്യൺ US$ സർപ്ലസ് ഉണ്ട്. ഇന്ന് നമ്മൾ നിങ്ങൾ രണ്ടും പറഞ്ഞ കാര്യമാണ്. ആ രീതിയിൽ നമ്മൾ ഷോർട്ട് ടേം മെഷർ, അതായത് സ്റ്റെബിലൈസേഷൻ ആകുമ്പോഴത്തേക്ക് ഇന്ത്യൻ ഇക്കോണമി ഈസ് എനി ഡേ 1000 times സ്റ്റേബിൾ ദാൻ വാട്ട് ഇറ്റ് വാസ്. രണ്ടാമത്തെ, സ്ട്രക്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ എന്തുമാത്രം മാറ്റം ഉണ്ടായി. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് സ്ട്രക്ചറലായിട്ട് മാറ്റങ്ങൾ നോക്കുമ്പോഴത്തേക്കും ഡോക്ടർ ഹരിലാൽ ഒരു വശം പറഞ്ഞു, ഇവിടെ ജോൺ വേറൊരു വശം പറഞ്ഞു. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് തോന്നുന്നത് ഗ്ലോബലൈസേഷൻ, മാർക്കറ്റ് ഫോഴ്സസ്, ലിബറലൈസേഷൻ, ഇതൊക്കെയാണല്ലോ അതിൻ്റെ അന്തസത്ത. അതിനു മുമ്പ് വരെ ഉണ്ടായിരുന്ന വികസന കാഴ്ചപ്പാട് എന്തായിരുന്നു, അതിനുശേഷം എന്ന കാഴ്ചപ്പാട് എന്ത്? അപ്പോൾ നമുക്ക് കാണുന്നത് എന്താ വെച്ചാൽ, ഈ കഴിഞ്ഞ മില്യനത്തിൽ നമ്മൾ കണ്ടിരുന്നത് ഒന്നുകിൽ ലെഫ്റ്റ് അല്ലെങ്കിൽ റൈറ്റ്. ഇതുവരെയുള്ള സാഹചര്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, neither left nor right. All what is in the left may not be right.
ഓൾ വാട്ട് ഈസ് ഇൻ ദി റൈറ്റ് മേ നോട്ട് ബി റോങ്. ആ രീതി രണ്ടിൻ്റെ കൂടെ ഒരു മിക്സ് നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വാട്ട് ഈസ് കോൾഡ് നമ്മുടെ ജോസഫ് സ്റ്റിഗ്ലിസ് പറഞ്ഞ പോലെ ഗ്ലോബലൈസേഷൻ ഈസ് നെയ്തർ ഗുഡ് നോർ ബാഡ്. അത് ആ അനുവർത്തിക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടത്തക്ക രീതിയിൽ അവരുടെ പേസിലും അവരുടെ ടേംസിലും അഡോപ്റ്റ് ചെയ്ത രാജ്യങ്ങൾ വലിയ വലിയ നേട്ടങ്ങൾ സമ്പാദിച്ചപ്പോൾ അല്ലാത്ത രാജ്യങ്ങൾ വെറും ബ്ലൈൻഡായിട്ട് മറ്റുള്ളത് ഇമ്പോസ് ചെയ്ത രാജ്യങ്ങൾക്ക് വലിയ വലിയ ഡിസാസ്റ്ററാണ് സംഭവിച്ചത്. അപ്പം ഞാൻ ചോദിക്കേണ്ട ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യക്ക് ഉതകുന്ന രീതിയിൽ ഈ ഗ്ലോബലൈസേഷൻ പ്രോസസ്സിനെ അഡാപ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞോ ഇല്ലയോ, എന്ത് മാത്രം കഴിഞ്ഞു? അതാണ് നമ്മൾ ശരിയായിട്ട് ചോദിക്കണം. നമുക്ക് ഈ പുതിയ നൂറ്റാണ്ടിലേക്ക് വേണ്ടി പഴയ നൂറ്റാണ്ടിലെ അനുഭവത്തിൽ നിന്നും കൊണ്ട് നമ്മൾ എന്താണ് നമ്മൾ മുന്നോട്ട് വെക്കാൻ പോകുന്നത്, നമ്മൾ എന്താണ് പാഠം, അതാണ് നമ്മൾ ഇന്ന് പഠിക്കേണ്ടത്. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. ഇതാണ് നമ്മൾ പഠിക്കുന്നത്. വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. അതായത് ഈ ഗ്ലോബലൈസേഷൻ പല സ്ഥലത്തും പല രാജ്യങ്ങളും പല രീതിയിലാണ് അതിനെ അഭിമുഖീകരിച്ചത്. ഇപ്പോൾ ചൈന വേറെ തരത്തിൽ ഈ ലോകത്തെ എൻഗേജ് ചെയ്തു. ചൈന ഒരു വ്യത്യസ്തമായിട്ട് റിസൾട്ട് ഉണ്ടാക്കി. ഇന്ത്യ ഗ്ലോബലൈസേഷനെ എൻഗേജ് ചെയ്തു. നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞോ എന്നുള്ള ചോദ്യം വരുമ്പം ഏറ്റവും പ്രതീക്ഷിച്ചത് എന്താണ്? നമ്മൾ കോമ്പറ്റിറ്റീവ് ആവും. നേരത്തെ നമ്മളൊരു മാർക്കറ്റിന് എക്സ്പോഷർ ഇല്ലാത്ത മത്സരത്തിനോട് മാറി നിൽക്കുന്ന ഒരു സമ്പദ്ഘടനയായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് നമ്മൾ കോമ്പറ്റിറ്റീവ് ആവും, നമ്മുടെ എഫിഷ്യൻസി വർദ്ധിക്കും, നമ്മൾ വേൾഡ് മാർക്കറ്റിൽ നമ്മൾ തിളങ്ങും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഈ 25 വർഷത്തിന് ശേഷം നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ കാർഷിക രംഗത്ത് വലിയ പിന്നോട്ടടി വരുന്നു. അതവിടെ നിൽക്കട്ടെ. കാർഷിക രംഗത്ത് പല രാജ്യങ്ങളിലും കൃഷി പുറകോട്ട് പോകും. നമ്മുടെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കൃഷി മുമ്പോട്ട് വരുന്നില്ല. ജനങ്ങൾ മുഴുവൻ കൃഷിയെ ആശ്രയിച്ച് ഇപ്പോഴും കിടക്കുന്നു. അതുകൊണ്ട് ചേർത്താണ് ജോസഫ്. അതായത് ഇൻഡസ്ട്രിയിൽ നമ്മൾ കോമ്പറ്റിറ്റീവ് ആവും. ഈ ഗ്ലോബലൈസേഷൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഇൻഡസ്ട്രിയിൽ എന്താ സംഭവിക്കുന്നത്? ഇൻഡസ്ട്രിയിൽ ജോബ്ലെസ് ഗ്രോത്ത് ആണ്. ഇൻഡസ്ട്രിയൽ ഗ്രോത്ത് നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ പിക്കപ്പ് ചെയ്യുന്നില്ല. മൊത്തം GDPയുടെ ഷെയർ എന്നുള്ള നിലയിൽ ഇപ്പോഴും ഇന്ത്യൻ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രി പുറകെ നിൽക്കുന്നു. ഈ ഡീഇൻഡസ്ട്രിയലൈസേഷൻ സംഭവിക്കുന്നു. പ്രൊഫസർ ജോസഫിന് ഒരു പക്ഷേ കുറച്ചുകൂടി വിശദമായിട്ട് ആ കാര്യം എന്നെക്കാളും നന്നായിട്ട് പറയാൻ കഴിയും. കാരണം ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രി പറ്റി പഠിച്ചിട്ടുള്ളതാണ് അദ്ദേഹം. അപ്പം വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ. നല്ല നയങ്ങൾ നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇലക്ട്രോണിക്സ് ഇൻഡസ്ട്രിയിൽ എന്ത് പറ്റി? ഇതുപോലെയാണ് പ്രധാനപ്പെട്ട മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിലെല്ലാം വലിയ സെറ്റ് ബാക്ക് ഉണ്ടായിരിക്കുന്നത്. ചർച്ച ചെയ്യുന്നത് ഉദാരവൽക്കരണത്തിൻ്റെ 25 വർഷം നേട്ടങ്ങളും കോട്ടങ്ങളും. ഈ വിഷയത്തിൻ്റെ 2ാം എപ്പിസോഡ് അടുത്ത ആഴ്ച ഇതേ സമയത്ത്. വട്ടമേശയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ KN ഹരിലാൽ CDS, CP ജോൺ UDF നേതാവ്, ഡോക്ടർ KJ ജോസഫ് CDS പ്രൊഫസർ. നന്ദി, നമസ്കാരം.